ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഗീ കുക്കിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഓവനൊന്നും ഇല്ലാത്ത വെറും 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര പൊടിക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഞാനിവിടെ നെയ്യ് മെൽറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് മെൽറ്റ് ചെയ്തിട്ട് കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് കുഴച്ച് ഒരു ഡോ രീതിക്ക് ആക്കിയെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ നന്നായി ഹാർഡായിട്ട് കുഴക്കാതെ സോഫ്റ്റായിട്ട് കുഴക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യാണ്ട് ഇങ്ങനെ പതുക്കെ ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. ഒരു ഡോ ഫോം ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ റെഡിയാക്കി എടുക്കണം. ആദ്യം തന്നെ ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നമ്മൾ ഈ പാനിലാണ് ഇത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നത്. അതിനായി ആദ്യം തന്നെ കുറച്ച് ഓയിൽ അതിലേക്ക് തടവി കുറച്ച് മൈദയും കൂടി തട്ടി കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത് വെച്ച ഡോ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. എല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു പിസ്തയും കൂടി വെച്ചെടുക്കുന്നുണ്ട്, ഒരു ഡെക്കറേഷൻ ടൈപ്പായിട്ട്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഞാനിത് ഒരു പാനിൻ്റെ മുകളിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ഇടണേ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. അസ്സലാമു അലൈക്കും.